അത് ഞങ്ങൾ ഈ നിമിഷം പറഞ്ഞില്ലേ, ഇതല്ല ഇനിയിപ്പോൾ എത്ര നാൾ കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. കൂടാതെ മനോഹരമായിട്ടൊരു ആർക്കിട്രേവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 വാം ലൈറ്റ്, ഹാങ്ങിങ് ലൈറ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പലരും ചോദിച്ചൊരു കാര്യമാണ് ഫെറോസിമെൻറ്റിൽ സ്ലൈഡിംഗ് ഡോർ ചെയ്യാൻ പറ്റുമോ എന്ന്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇന്നഡക്കർ ഇൻറ്റീരിയേഴ്സ്. ഇന്ന് ഞാനുള്ളത് എറണാകുളം എയർപോർട്ടിനടുത്ത് അത്താണിയിലാണ്. രഞ്ജിത്ത് സാറിൻ്റെ വീട്ടിലാണ്. ഈ വീടിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീട്ടിൽ കിച്ചൺ, വർക്ക് ഏരിയ, വാഷ് യൂണിറ്റ്, ബെഡ്റൂം, ബാത്റൂംസ് ഇവയുടെ എല്ലാം സ്ട്രക്ചർ നമ്മൾ ഫെറോസിമെൻറ്റ് വെച്ചാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കിച്ചൺ, വർക്ക് ഏരിയ, വാഷ് യൂണിറ്റ് ഈ സ്പേസുകളിലെല്ലാം നമ്മൾ 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ്സ് വെച്ചാണ് ഡോർ ചെയ്തെടുത്തിരിക്കുന്നത്. കൂടാതെ കിച്ചൺ നമ്മൾ മനോഹരമായ ഒരു ആർക്കിട്രേവ് കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിലേക്കാകട്ടെ പ്രീ ലാമിനേറ്റഡ് MDF വെച്ചാണ് നമ്മൾ ഡോർ ചെയ്തെടുത്തിരിക്കുന്നത്. പലർക്കും ഉള്ളൊരു സംശയമാണ്, കിച്ചൻ്റെ കബോർഡുകളുടെ സ്ട്രക്ചർ ഫെറോസിമെൻറ്റ് വെച്ച് പണിതതിന് ശേഷം ടാൻഡം ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റുമോ, കൂടാതെ ബെഡ്റൂം ബാത്റൂംസിൻ്റെ സ്ട്രക്ചർ ഫെറോസിമെൻറ്റ് വെച്ച് ചെയ്തതിന് ശേഷം സ്ലൈഡിംഗ് ഡോർ ചെയ്യാൻ പറ്റുമോ? ഇതിനെല്ലാമുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമ്മളിവിടെ ഒരു ബേ വിൻഡോ സിറ്റിംഗ് ഏരിയയോട് കൂടി ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ഷൂറാക്ക്, വാഷ് യൂണിറ്റ് ഇവയെല്ലാമാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും വർക്കൊന്ന് കണ്ടു നോക്കാം. ഈ വീടിൻ്റെ ഓണർ കൂടെയായി രഞ്ജിത്ത് സാർ ഫാമിലി നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ചോദിക്കാം. സാറേ, നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു റിവ്യൂ പറയാമോ? ഈ ഒരു വർക്ക് മജീഷ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഏതാണ്ട് ഒരു 3-4 മാസത്തോളം ആവുന്നു. ഞങ്ങളിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഞങ്ങൾ യൂട്യൂബിൽ അജയ് ശങ്കർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഇന്റീരിയറിന്റെ വീഡിയോ പലപ്പോഴും. അല്ല, അജയ് ശങ്കറിനെ വിളിച്ചില്ലായിരുന്നു സാർ? എന്നിട്ട് അജയ് ശങ്കറിനെ ഞാൻ വിളിക്കുകയും അതനുസരിച്ച് പുള്ളിയും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഇന്റർഡക്കറിലോട്ട് വരുന്നത്. അതിൽ തുടക്കം മുതലുള്ള വർക്കുകൾ അവർ ഏറ്റവും മനോഹരമായിട്ട് തന്നെയാണ്. ഞങ്ങൾ ഈ നിമിഷം വരെ ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം അതായത് ഈ ലേബർമാരുൾപ്പെടെ, അതിൻ്റെ വർക്കേഴ്സ് ഉൾപ്പെടെ ഏറ്റവും നല്ല രീതിയിലാണ് അതിൻ്റെ എല്ലാ വർക്കും അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 3 മാസം 4 മാസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് എത്ര നാൾ കഴിഞ്ഞാലും വി ആർ ഓൾവേസ് ഹാപ്പി. മാഡം, നമ്മുടെ വ്യൂവേഴ്സിനോട്ടൊരു അഭിപ്രായം പറഞ്ഞേ. സാറ് നല്ലൊരു റിവ്യൂ നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ 6 മാസത്തോളം ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്? വളരെയധികം ഹാപ്പിയാണ്. എല്ലാം ഒരു കുഴപ്പമില്ല. ഒത്തിരി പേര് പറഞ്ഞു ഇത് ഫെറോസ്ലാബ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങള് 100% അതിലങ്ങ് വിശ്വസിച്ച് അതിന്റെ പുറത്ത് നിന്നു അല്ലേ? നമ്മൾ ഞങ്ങളുടെ എല്ലാ അഭിപ്രായം വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉപയോഗം വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 100% നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ കോൺട്രാക്ടർ ആദ്യം ഈ അവർ ഈ ഫെറോസിമെന്റിനോട് ചെയ്യുന്നതിനോട് വലിയ യോജിപ്പില്ലായിരുന്നു. പക്ഷേ പണിയെല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഡബിൾ ഷെയ്ക്കാനാണ് പുള്ളി തന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിസിറ്റിംഗ് കാർഡ് അദ്ദേഹം ആ കാര്യം പുള്ളി റെഫറൻസ് ആയിട്ട് ചോദിക്കുകയും ഇനിയുള്ള എൻക്വയറീസ് തരാമെന്ന് വരെ പറഞ്ഞു. കാര്യം തുടക്കത്തിലുള്ള ആ ഒരു വർക്ക് കണ്ടതും തീർന്നപ്പോഴും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. പുള്ളി അതായത് പുള്ളി ആദ്യം ഇതിലൂടെ മാറി നിന്ന വ്യക്തിയാണ്. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് പുള്ളി. അതിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞ് കണ്ടപ്പോഴാണ് പുള്ളിക്ക് വളരെയധികം സന്തോഷമായത്. വളരെ മനോഹരമായി തന്നെയാണ് ഈ പ്രൊജക്റ്റ് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. മമ്മി ഒന്നും പറയുന്നില്ലല്ലോ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ഫ്രണ്ട്സൊക്കെ വന്നിട്ട് എന്ത് പറഞ്ഞു? വളരെ മനോഹരമായിരിക്കുന്നു. അതെ, ഞാൻ മമ്മിയായിട്ട് കുറേ സന്തോഷമുണ്ട്. ഞാൻ ചോദിക്കുകയും ചെയ്തു, അതെ വർക്ക് ചെയ്ത സമയത്ത് മമ്മി ഇവിടെ ഇല്ലായിരുന്നു. മമ്മി കോട്ടയംകാരിയാണ്, നമ്മുടെ ഓഫീസിനടുത്ത് തന്നെയുള്ള ആളാണ്. ഞങ്ങൾ കുറേ സംസാരിച്ചായിരുന്നു. എന്തായാലും നമ്മുടെ കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. വർക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. ഇവിടെ നമുക്ക് 3 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് പാൻട്രി യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഫെറോസിമെൻറ്റ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് പാനലിംഗ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടും നമ്മൾ പാനൽ ചെയ്തെടുത്തു. കൂടാതെ മനോഹരമായിട്ടൊരു ആർക്കിട്രേവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 വാം ലൈറ്റ്, ഹാങ്ങിങ് ലൈറ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ
കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 75 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനിയും 3 ബർണറിൻ്റെ ഒരു ഹോബുമാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 3 ടാൻഡം ബോക്സും ഒരു ബോട്ടിൽ പുള്ളോട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ബോട്ടിൽ പുള്ളോട്ട് 3 ലെയറാണ്. സോഫ്റ്റ് ക്ലോസ് ആണ്. കൂടാതെ 90 സെൻറ്റിമീറ്ററിൻ്റെയാണ് ടാൻഡം ബോക്സ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനകത്തൊരു PVCയുടെ കട്ട്ലറി ട്രേയും നമ്മൾ കൊടുത്തിരിക്കുന്നു. അതും സോഫ്റ്റ് ക്ലോസ് ആണ്. ഒരു സിംഗിൾ ബൗൾ സിങ്കാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ 2 പ്ലേറ്റ് ബാസ്ക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. സിങ്കിൻ്റെ നേരെ മുകളിലായി തന്നെ ഒരു ഗ്ലാസ് റാക്കും പ്ലേറ്റ് റാക്കും ഒരു ഡിപ്പ് ട്രേ കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നു. സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ നല്ല ലെങ്തിലുള്ള ഒരു അപ്പർ ക്യാബിനാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ 2 നമ്മൾ ലിഫ്റ്റിംഗ് ഡോർ 4 ലിഫ്റ്റിംഗ് ഡോറാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സോഫ്റ്റ് ക്ലോസ് ആണ്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോ സിമെൻറ്റ് വെച്ച് വളരെ മനോഹരമായി തന്നെയാണ് അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. നാല് ഡോറുള്ള ഒരു ബെഡ്റൂം വാർഡ്രോബാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഫെറോ സിമെൻ്റാണ് സ്ട്രക്ചർ. പ്രീലാമിനേറ്റഡ് MDF വെച്ച് ഡോർ ചെയ്തെടുത്തിരിക്കുന്നു. നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോ സിമെൻറ്റ് വെച്ച് സ്ട്രക്ചർ പണിതിരിക്കുന്നത്. കൂടാതെ വലിയൊരു ഹാങ്ങിങ് ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ഡ്രോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. കൺസീൽഡ് ഡ്രോ കൊടുത്തിട്ടുണ്ട്. ഒരു റൈറ്റിംഗ് ടേബിളും അതിൻ്റെ മുകളിലായിട്ട് ഒരു ബുക്ക് ഷെൽഫും ക്രമീകരിച്ചിരിക്കുന്നു. അതിൻ്റെ താഴെ ഒരു ഓപ്പൺ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇത് ഫെറോ സിമെൻറ്റ് വെച്ച് പണിതാണെന്ന് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സൈഡ് പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ബെഡ്റൂമിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വീട്ടിലെ പേരൻസ് ബെഡ്റൂമാണ്. പലരും ചോദിച്ചൊരു കാര്യമാണ് ഫെറോ സിമെൻറ്റ് വെച്ച് ബെഡ്റൂം വാർഡ്രോബ്സിൻ്റെ സ്ട്രക്ചർ ചെയ്തതിന് ശേഷം സ്ലൈഡിംഗ് ഡോർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. സ്ലൈഡിംഗ് ഡോർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 2 ഡോറുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. സ്ലൈഡിംഗ് ഡോറാണ്. ഫെറോ സിമെൻറ്റ് വെച്ച് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു. ഒരു കൺസീൽഡ് ഡ്രോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ സൈഡ് നമ്മൾ പാനൽ ചെയ്തിട്ടില്ല. ഫെറോ സിമെൻറ്റ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി നമ്മൾ ഈ ബെഡ്റൂമിൽ ക്രമീകരിച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നമ്മളൊരു ഷൂറാക്കി ക്രമീകരിച്ചിട്ടുണ്ട്. ഫെറോ സിമെൻ്റാണ് സ്ട്രക്ചർ. 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ ലാമിനേറ്റ്സ് വെച്ചാണ് അതിൻ്റെ ഡോറും കൂടാതെ ടോപ്പും പാനൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോ സിമെൻറ്റ് വെച്ച് സ്ട്രക്ചർ ചെയ്തെടുത്തിരിക്കുന്നത്. വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടല്ല ഇത്തരം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർഡെക്കർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. കേരളത്തിൽ മാത്രമായിരുന്ന സർവീസ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻ്റർഡെക്കർ ഇൻറ്റീരിയേഴ്സ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.